വൈജയ്ക്ക് മുറിയിലിരുന്നിട്ട് ഭ്രാന്ത് പിടിക്കുന്നല്ല തോന്നാണ്. എങ്ങനെയെങ്കിലും അലീനെ ഒഴിവാക്കണം എന്നുള്ള ഒറ്റ ലക്ഷ്യമായിരുന്നു അവൾക്ക്. അതുകൊണ്ട് തന്നെ രാത്രി എല്ലാവരും ഉറങ്ങിയതിന് ശേഷം അലിയുടെ മുറിയിലേക്ക് ചെല്ലുന്നുണ്ട്. ആ കാഴ്ച കണ്ട് അലീനൊന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ. തൻ്റെ അമ്മ തൻ്റെ അരികിലേക്ക് രാത്രി വന്നിരിക്കുന്ന കണ്ടിട്ട് അവൾക്ക് തന്നെ അത് വിശ്വസിക്കാനാവാത്തൊരു സംഭവമായിരുന്നു. പക്ഷെ വന്ന എന്തിനാണെന്ന് നമുക്കറിയാമല്ലോ. അങ്ങനെ എന്നിട്ട് ഇവിടുന്ന് എത്രയും പെട്ടെന്ന് ഒഴിഞ്ഞു പോകണമെന്ന് പറയുന്നുണ്ട്. ഈ സമയം അലീന ഒരു 2 ആഴ്ചത്തെ സമയം ചോദിക്കാണ്. ആ സമയം തരാന്ന് വൈജി സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ വൈജിക്ക് മനസ്സിന് വലിയ ആശ്വാസമാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവൾ തിരികെ മുറിയിലേക്ക് പോവാണ്. അന്ന് രാത്രി മുഴുവനും അലീന നന്നായി കരഞ്ഞിട്ടോ. പിറ്റേ ദിവസം രാവിലെ ഈ കാര്യങ്ങളെക്കുറിച്ച് ബാലേന്ദ്രനോട് പറയുന്നുണ്ട്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു പോവാണ്. ബാലേന്ദ്രൻ അലീനനെ പോകാൻ അനുവദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എറണാകുളത്ത് പോയി അവിടെയും യാത്ര പറഞ്ഞ് ഇവിടെയും എല്ലാവരോടും യാത്ര പറഞ്ഞ് അലീന ആ വീട്ടിൽ നിന്നും പോവാണ്. പോണത് വേറെ എങ്ങോട്ടുമല്ല, തൻ്റെ സ്വന്തം അച്ഛനായ സ്റ്റാൻലി ജോസഫിൻ്റെ അടുത്തേക്കാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ, അതായത് എങ്ങനെയാണ് സ്റ്റാൻലിയെ കണ്ടെത്തുന്നതെന്നും എങ്ങനെയാണ് അവിടെ ചെല്ലുന്നതെന്നും ഒക്കെയുള്ള വീഡിയോ 1 by 1 ആയിട്ട് നമ്മളുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. മിസ്സാതിരിക്കാൻ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോണേ. കാണുന്നവരൊന്ന് ഹൈപ്പും ലൈക്കും ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെ എല്ലാവർക്കും നല്ല വിഷമമാണ്. ബബിതയ്ക്കും രോഹിത്തിനും കൃഷ്ണയ്ക്കും എല്ലാവർക്കും വലിയ വിഷമമാണ്. എല്ലാവരും ആകെപ്പാടെ മൂഡോഫായിരിക്കുകയായിരിക്കും. എന്നാൽ വൈജിയോ ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട്. താൻ ആഗ്രഹിച്ച കാര്യം നടന്നല്ലോ. അങ്ങനെ അവള് പുതിയൊരു സെർവന്റിനെ അന്വേഷിക്കുന്നുണ്ട് കേട്ടോ. പുതിയൊരു സെർവന്റ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അങ്ങനെ അവർ പാചകമൊക്കെ ചെയ്യുന്ന ഇച്ചിരി അത്യാവശ്യം പ്രായമുള്ള ഒരു സ്ത്രീയാണ്. പാചകമൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ വൈജ പതിവ് പോലെ അവരെ ശ്വാസിക്കാനൊക്കെ ആയിട്ട് ചെല്ലുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് ബബിത വന്നിട്ട് പറയുന്നുണ്ട്, അമ്മ ഒരാവശ്യമില്ലാതെ അലിച്ചിട്ട് കാണിച്ചതുപോലെ അവിടെ ചെന്ന് കാണിക്കുകയാണെങ്കിലേ ഇവരെ പാട് നോക്കി പോകും എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ വീട്ടു ജോലിക്കാരെയൊക്കെ കിട്ടാനേ വലിയ പാടാ. ഇവരാകുമ്പം നന്നായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അലീന ചേച്ചി അത്ര ഇല്ലെങ്കിലും വീടും പെരയൊക്കെ അത്യാവശ്യം വൃത്തിയാക്കുന്നുണ്ട്. പിന്നെ അമ്മയ്ക്ക് എന്തിന്റെ കുഴപ്പമാ എന്ന് ചോദിക്കുന്നുണ്ട്. എടി, അവളെ എൻ്റെ ശമ്പളം പറ്റുന്ന എൻ്റെ ജോലിക്കാരിയാ, എനിക്ക് പറയാൻ അവകാശമുണ്ട്. ഞാനൊരു കാര്യം ചെയ്യട്ടെ, അമ്മ ഒരു ബാങ്കിലെ ഉദ്യോഗസ്ഥയല്ലേ. ആ ബാങ്കില് അമ്മയുടെ തലയ്ക്ക് മുകളിൽ ആളുണ്ടല്ലോ. അയാൾ വന്നിട്ട് അവരുടെ ശമ്പളം പറ്റുന്നെന്ന് പറഞ്ഞിട്ട് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അമ്മയ്ക്ക് സഹിക്കാനാവോ എന്ന് ചോദിക്കുമ്പം വൈജി പറയുന്നുണ്ട്, ആ ജോലി ഈ ജോലിയും ഒരുപോലെയാണോടി. ബബിത പറയാണ്, എല്ലാ ജോലിക്കും അതിൻ്റെതായിട്ടുള്ള മാന്യതയുണ്ട്. അവരെ ഇവിടെ വന്ന് അട്ടിപ്പേര് കിടക്കുവോ ചുമ്മാ എന്ന് ഭക്ഷണം കഴിക്കാതെ വന്നവരൊന്നുമല്ല. അവർ ചെയ്യുന്ന ജോലിക്ക് ശമ്പളം വാങ്ങിച്ച് തന്നെയാണ് ജോലി ചെയ്യുന്നത്, അല്ലാതെ വെറുതെ ഒന്നും അല്ലല്ലോ. അവരവരുടെ ശരീരം മുഴുവനും അവർ എനർജിയും കളഞ്ഞ് കഷ്ടപ്പെട്ടാ ജോലി ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അലീന ചേച്ചിയെ പോലുള്ള പാവങ്ങളെയൊക്കെ അമ്മയുടെ താളത്തിനൊത്ത് തുള്ളാൻ കിട്ടുകയുള്ളൂ. ഇതൊന്നും അങ്ങനെ കൂട്ടണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവർ ദേഷ്യപ്പെടുമ്പോൾ അലീന അവളോടൊന്ന് പോയി കഴിഞ്ഞാലും എനിക്കൊന്നും സമാധാനം തരില്ലല്ലേ. അവളുടെ പേര് കേൾക്കുന്നത് പോലും എനിക്ക് അറപ്പാ. ഇനി അലീന എന്ന് പേര് മിണ്ടിയാൽ നിന്റെ പല്ലടിച്ചാൽ വായിടും എന്ന് ബാബിയോട് പറഞ്ഞു കേട്ടോ വൈജ. ബബിത ദേഷ്യപ്പെട്ട് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. ഇതെല്ലാം ബാലേന്ദ്രൻ മുകളിൽ നിന്നും കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പുച്ഛഭാവത്തിൽ ഒരു ചിരി ചിരിച്ചിട്ട് കയറി പോകുന്നുണ്ട്. പോകാൻ നേരം അലീന സത്യം മേടിക്കുന്നുണ്ട്. അതായത് ഇനി വൈജയനെ ആ ഒരു കാരണം പറയില്ല എന്നും അതുപോലെ തന്നെ വൈജയനെ ഇറക്കി വിടില്ല എന്നും പിന്നെ പണ്ടത്തെ പോലല്ലാതെ ആ ഒരു കർക്കശ സ്വഭാവമൊക്കെ കുറച്ചേക്കൊന്ന് മാറ്റണമെന്നും ഒക്കെ അലീന സത്യം വാങ്ങുന്നുണ്ടായിരുന്നു. അതുപോലെ തൻ്റെ പേരും പറഞ്ഞ് ഇവിടെ ഒരു ഇഷ്യൂ ഉണ്ടാവരുതെന്നും അതുപോലെ താൻ മകളാണെന്ന സത്യം ഇപ്പോൾ പറയണ്ട എന്നിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ബാലേന്ദ്രനോട് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് കേട്ടോ അലീന പോണത്. അതുകൊണ്ട് തന്നെ ഒന്നും മിണ്ടാതെ കടിച്ചടക്കി ബാലേന്ദ്രൻ മുകളിലെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ രാവിലെ കാപ്പ് കുടിക്കാനായിട്ട് എല്ലാവരും വന്ന് ഡൈനിങ് ടേബിളിൽ ഇരിക്കുകയാണ്. വൈജയം വന്നിരിക്കുന്നുണ്ട്. ഈ സമയം ബാലേന്ദ്രനും അങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണ്. കൃഷ്ണൻ ചോദിക്കുന്നുണ്ട്, അമ്മ എന്ന ജോലിക്ക് കയറി തുടങ്ങുന്നത്? അടുത്ത ആഴ്ച മുതലേ പോയി തുടങ്ങണം. എനിക്ക് ശമ്പളം കിട്ടി തുടങ്ങണമല്ലോ, ജോലിക്കാരിക്ക് പൈസ കൊടുക്കണ്ടേ എന്ന് പറയുമ്പം ബാലേന്ദ്രൻ പറയാണ്, അതിന് ജോലിക്കാരിക്ക് ഞാനല്ല പൈസ കൊടുക്കുന്നേ. വേണ്ട, എൻ്റെ ആവശ്യങ്ങളൊക്കെ ഇനി ഞാൻ തന്നെ ചെയ്തോളാം. ജോലിക്കാരി ഞാൻ വിളിച്ചിട്ട് വന്നതാണല്ലോ. അതുപോലെ തന്നെ ഈ വീട് ബാലേന്ദ്രൻ്റെ അല്ലേ. എൻ്റെ കാര്യങ്ങളും എൻ്റെ ചെലവുകളെല്ലാം ഞാൻ നോക്കിക്കോളാം. അല്ലാതെ എന്നെ സ്നേഹിക്കാത്തൊരു ഭർത്താവ് എൻ്റെ ചെലവുകൾ നോക്കണ്ട എന്ന് പറയുന്നുണ്ട്. നിന്റെ ഇഷ്ടം, എനിക്ക് സൗകര്യം, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് ബാലേന്ദ്രൻ പറയാണ്. ഈ സമയം കൃഷ്ണൻ ചോദിക്കുകയാണ്, അമ്മയ്ക്ക് എന്താ കുഴപ്പം?
അച്ഛനിപ്പോൾ നല്ല കൂളായിട്ടല്ലേ അമ്മയോട് പെരുമാറുന്നത്? പിന്നെ അമ്മ എന്തിനാ വീണ്ടും പഴയപടിയാവുന്നേ? ഇത്രയും നാളും അമ്മയുടെ പ്രശ്നം അലിന ചേച്ചി ആയിരുന്നു. ചേച്ചി ഇപ്പോൾ പോയല്ലോ, പിന്നെ എന്താ അമ്മയുടെ പ്രശ്നം എന്ന് ചോദിക്കുമ്പം നിങ്ങൾ മക്കളറിയാൻ പാടില്ലാത്ത കുറേ പ്രശ്നമുണ്ട്. ഇപ്പോഴും ബാലേന്ദ്രൻ എന്നൊരു ഭാര്യയായിട്ട് അംഗീകരിച്ചിട്ടില്ല. അയാളുടെ മനസ്സിലിപ്പോഴും ആ അലീനയല്ലേ ഉള്ളത് എന്ന് പറയുമ്പം കൃഷ്ണ പറയാണ്, അമ്മ ആവശ്യമില്ലാതെ ഓരോ ഈഗോയും അഹങ്കാരവും ഒക്കെ തലയെ കയറ്റിക്കൊണ്ട് നടക്കുന്നുണ്ടാ ഈ പ്രശ്നമൊക്കെ. എല്ലാവരുടെ സ്നേഹത്തോടെ പെരുമാറിയാലേ തിരിച്ചും അതുപോലെ കിട്ടും എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നുണ്ട്. രോഹിത് പറയാണ്, പാവം ചേച്ചി ഇപ്പം എവിടെയാണോ എന്തെടുക്കാണോ ഒരു സമാധാനം ഇല്ല. ഇവിടെ ആയിരുന്നപ്പോൾ ആദ്യമൊക്കെ എനിക്ക് കണ്ണിന് കണ്ടുകൂടായിരുന്നു. ലാസ്റ്റായപ്പോൾ എൻ്റെ സ്വന്തം ചേച്ചിയെ പോലെ ഞാൻ ഒരുപാട് സ്നേഹിച്ചതാ. എന്നെ എന്തോരം കെയർ ചെയ്തതാ, എന്തോരം ഭക്ഷണം ഉണ്ടായിക്കൊണ്ടിരുന്നതാ. ഇപ്പോൾ എല്ലാം പോയില്ലേ. ഈ വീട്ടിൽ നിന്ന് വലിയൊരു വെളിച്ചം പോലെ പോയതുപോലെയായി. എങ്കിൽ ചെല്ലടാ അങ്ങോട്ട്, അവളുടെ പിന്നാലെ തന്നെ പോ. അവൾ എവിടെയോ ഉണ്ടെന്നല്ലേ പറഞ്ഞത്. അവളുടെ അടുത്തേക്ക് പോയിട്ടേ ആ വെളിച്ചം മേടിച്ചോണ്ട് വാ, നിനക്ക് സമാധാനം വരട്ടെ എന്ന് പറയുന്നുണ്ട്. രോഹിത് അപ്പോൾ ഒന്നും മിണ്ടാതിരിക്കുകയാണേ. ഇതെല്ലാം കേട്ടിട്ട് ബാലേന്ദ്രന് ചൊറിഞ്ഞു വരുന്നുണ്ട്. സ്വന്തം അച്ഛൻ്റെ അടുത്താണല്ലോ മകള്. അങ്ങനെ അതോർത്തുകൊണ്ട് ഇങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയായിരിക്കും. ആ സമയത്ത് ബാലിൻ്റെ ഫോണിലേക്ക് വീഡിയോ കോൾ ചെയ്യാൻ കേട്ടോ അലീന. അങ്ങനെ അലീന, അച്ഛാ എന്തൊക്കെയുണ്ട് അച്ഛാ വിശേഷം എന്ന് ചോദിക്കുകയാണ്. ഒന്നുമില്ല മോളെ, ഞങ്ങളതിൽ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുക. ആ പുതിയ സെർവൻ്റൊക്കെ വന്നല്ലോ അല്ലേ, അതുകൊണ്ട് കൃഷ്ണയുടെ ബബുജനും ജോലിഭാരം ഒഴിഞ്ഞു കിട്ടിയല്ലോ അല്ലേ എന്ന് പറയുമ്പം അതേ മോളെ, എന്താ അച്ഛാ കഴിക്കാൻ? ഇന്നത് ചപ്പാത്തിയും ചിക്കൻ കറിയൊക്കെ ഉണ്ട് എന്ന് പറയാണ്. അല്ല പിന്നെ കൃഷ്ണയും ബബിതയും രോഹിയൊക്കെ അവിടെ എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ബബിതയിൽ കൊടുക്കുകയാണ്. അല്ല എന്താ പരിപാടി? പ്രത്യേകിച്ച് പരിപാടി ഒന്നുമില്ല, ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു. ദേ കുറേ നായ്ക്കളൊക്കെ ഉണ്ട് കൂട്ട്, എല്ലാവരും കൂടി അടിപൊളിയായിട്ടിരിക്കുന്നു. അപ്പം ഞങ്ങളെല്ലാം മറന്നല്ലേ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരുന്നില്ലേ? ഞാൻ എന്തിനാ മോളെ തിരിച്ചു വരുന്നത്? നിങ്ങളുടെ അമ്മയ്ക്ക് അതിഷ്ടമില്ലല്ലോ, അതുകൊണ്ട് ഞാനിനി അങ്ങോട്ടേക്കില്ല. ചേച്ചി അങ്ങനെ പറയല്ലേ. ആ ചേച്ചി ആദ്യം വന്നപ്പോൾ അങ്ങനെയൊന്നും എനിക്ക് തോന്നിയില്ല, പക്ഷേ പോകാറായപ്പോഴാണ് ചേച്ചിയുടെ വാല്യൂ എന്താണെന്ന് എനിക്ക് മനസ്സിലായത്. ഇപ്പോൾ ചേച്ചിനെ ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കേട്ടുകൊണ്ട് വൈജി ഇങ്ങനെ പാത്രമുള്ള ആ ചപ്പാത്തിയൊക്കെ ഇങ്ങനെ ഞെരടി പിടിച്ച് പീച്ചിക്കൊണ്ടിരിക്കുകയാണ്. കൃഷ്ണ പറയാണ്, ചേച്ചി ഇപ്പോൾ പോയിട്ടിപ്പോൾ 2-3 ആഴ്ചയായില്ലേ, മതി ചേച്ചി, വാ ചേച്ചി, എനിക്ക് കാണാൻ കൊതിയാവുന്നു, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് വരും. അല്ല അത് ആരുടെ വീട്ടിലാ ചേച്ചി പോയി നിൽക്കുന്നേ? ഇതൊരു എക്സ് മിലിറ്ററിക്കാരൻ്റെ വീടാ എന്ന് പറയുമ്പം വൈജ പെട്ടെന്ന് തലപൊക്കി നോക്കുകയാണ്. എക്സ് മിലിറ്ററിക്കാരനോ? അതെ, അതുപോലെ തന്നെയുള്ള പട്ടാളച്ചിട്ട എവിടെ? പക്ഷേ എൻ്റെ അടുത്തൊന്നും വിലപ്പോവില്ലെന്ന് അച്ഛന് മനസ്സിലായി. അച്ഛനോ? അതെ, ഇവിടെ എനിക്കുണ്ട് അച്ഛൻ എന്ന് പറയുന്നുണ്ട് കേട്ടോ. വൈജ ആ ഡൈനിങ് ടേബിളിൽ കാണുന്നത് മനസ്സിലായതുകൊണ്ട് തന്നെ അലീന വേറൊന്നും പറയുന്നില്ല. അദ്ദേഹം എന്നെ ഒരു മകളെ പോലെ സ്നേഹിക്കുന്നത്, അതുകൊണ്ട് ഇവിടെ നല്ല രസമാണ് മോളെ. പിന്നെ ഞാനും അദ്ദേഹവും ഒരു ജോലിക്കാരന് മാത്രമേ ഉള്ളൂ, അതിനൊരു വിഷമമുണ്ട്. അവിടെയാകുമ്പം നമ്മളെല്ലാവരും ഉണ്ടായിരുന്നല്ലോ, നല്ല രസമായിരുന്നു. ഇപ്പം ഞാൻ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട്. ബബിതയും രോഹിത്തും ഞാനും നീയും അതുപോലെ അച്ഛനും എല്ലാവരും കൂടി എന്ത് രസമായിരുന്നല്ലേ എന്നൊക്കെ പറയാണ്. രോഹിത്താണെങ്കിലോ ഫോണിങ്ങി കാട്ടിയേ എന്ന് പറയുന്നുണ്ട്. ചേച്ചിയുടെ ഉദ്ദേശം എന്താ? അവിടെ തന്നെ അങ്ങ് നിൽക്കാൻ പോവാണോ? അപ്പം ഞങ്ങളെയൊന്നും ചേച്ചിക്ക് വേണ്ടേ? ഹയ്യടാ, അങ്ങനെ പറഞ്ഞാൽ എങ്ങനാ? എനിക്ക് പിന്നെ വേണ്ടേ? എൻ്റെ അനിയനല്ലേ നീ, എൻ്റെ അനിയത്തിമാരല്ലേ അവരെ, അപ്പോൾ അവരെനിക്ക് വേണ്ടാതിരിക്കോ? പക്ഷേ അതിന് കുറേ കാലം കൂടി പിടിക്കും. കാരണം ഞാനിപ്പോൾ അവിടെ നിന്ന് മാറി നിൽക്കുന്ന സേഫ്. മോൻ്റെ അമ്മയ്ക്കും അച്ഛനും ഒക്കെ അതാ ഇഷ്ടം. മോൻ്റെ അമ്മ ഞാനിവിടെ നിന്ന് പോകാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടതല്ലേ. ഇപ്പം അമ്മയ്ക്ക് ഒത്തിരി സന്തോഷമായില്ലേ. നിങ്ങൾ പഴയതുപോലെ സന്തോഷമായിട്ട് ജീവിക്കണം. അച്ഛനും അമ്മയും മക്കളൊക്കെ ആയിട്ട് ആ വീട് സ്വർഗം പോലെ ആവണം എന്നൊക്കെ പറയുന്നുണ്ട്. രോഹിത്തിൻ്റെ കയ്യിൽ നിന്ന് ബാലേന്ദ്രൻ ആ ഫോൺ മേടിക്കുകയാണ്. അങ്ങനെ ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. നീ ഇനി എന്തൊക്കെ ശ്രമിച്ചാലും, നീ ഇനി എവിടെയൊക്കെ പോയാലും പഴയതുപോലെ ഒരിക്കലും ബാലേന്ദ്രനെ ആവില്ല. നീ പോയിക്കോ, എവിടെയാണെന്ന് വെച്ചാൽ നീ പോയിക്കോ, പക്ഷേ ഞങ്ങളിനി പഴയതുപോലെ ആവില്ല എന്ന് പറയുമ്പം അലിനെ പറയാണ്, അച്ഛാ ഞാൻ പറഞ്ഞിട്ടല്ലേ വന്നത്, നിങ്ങളെല്ലാവരും കൂടി സന്തോഷമായിട്ട് ജീവിക്കണം. ഞാനായിരുന്നു അങ്ങോട്ടേക്ക് കയറി വന്നൊരു കരട്, അതങ്ങ് മാറിയില്ലേ. ഇപ്പോൾ നിങ്ങൾ സന്തോഷത്തോടെ സമാധാനത്തിനും കഴിയുകയാണെന്നാണ് എൻ്റെ മനസ്സിലെ വിശ്വാസം. അത്
അച്ഛൻ തല്ലിക്കെടുത്തല്ലേ എന്ന് പറയുമ്പോൾ ശരി ശരി, അല്ല നീ ഡിന്നർ കഴിച്ചോ? കഴിച്ചാ, ഞാൻ ഇവിടെ കഴിച്ചു, പാത്രമെല്ലാം കഴുകി വെച്ചു, എല്ലാം ക്ലീൻ ചെയ്തു. ഇവിടെ 8 മണിക്ക് ആഹാരം കഴിക്കണമെന്ന് നിയമം എന്ന് പറയുന്നുണ്ട്. ആ പട്ടാളച്ചിട്ടയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ബാലനും ചിരിക്കാണ്. എന്നാൽ ശരി മോളെ, ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ശരി അച്ഛാ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ കട്ടാക്കാണ് കേട്ടോ. ഭവിത പറയാണ്, ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട് അച്ഛാ. എന്തൊക്കെ പറഞ്ഞാലും ആ മുറിലോട്ട് നോക്കുമ്പോഴേ ഒരു വിങ്ങല, ആ അടുക്കളോട്ട് നോക്കുമ്പോൾ ചേച്ചിയില്ലാത്ത കാണുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു വിഷമമാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും വൈജ ആ പാത്രം എടുത്ത് ആ ഡെസ്കിൽ തന്നെ ഒന്ന് അടിച്ചിട്ട് അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് എഴുന്നേറ്റ് പോവാണ്. ബാലേന്ദ്രൻ ദേഷ്യപ്പെട്ട് എഴുന്നേക്കാൻ പോകുമ്പോഴേക്കും രോഹിത്തും ബബിയും കൂടി 2 കൈയിലും കൂടി പിടിക്കുന്നുണ്ട്. അച്ഛാ, അല്ല ചേച്ചിയെക്കുറിച്ച് പറഞ്ഞൊന്നും അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് അച്ഛൻ അറിയാലോ. അതിനോട് ചേച്ചി ഫോണുകൾ വിളിച്ചപ്പോൾ അമ്മയുടെ കലി ഇളകിയതാ. അച്ഛനൊന്നും മൈൻഡ് ചെയ്യണ്ട എന്ന് പറയുന്നുണ്ട് കേട്ടോ. അവിടെ പോയി കൈയും കഴിയുന്ന ശേഷം വൈജിയാണെങ്കിൽ മുറിയിലേക്ക് പോയി കതക് വലിച്ചടക്കുകയാണ്. ഈ സമയത്ത് രോഹിത്തും ബാബയും നമ്മുടെ കൃഷ്ണനെ നോക്കുമ്പം ബാലേന്ദ്രൻ വലിയ മൈൻഡൊന്നും ചെയ്യാതിരുന്ന് ആഹാരം കഴിക്കുന്നുണ്ട്. അവരും ആഹാരം കഴിക്കുകയാണ്. വൈജ മുറിയിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടേ. നാശം പിടിച്ചവള് ഇവിടുന്ന് പോയാലെങ്കിലും സമാധാനം കിട്ടുന്ന ഓർത്തത്. അപ്പതേ അവൾ ഫോൺ വിളിച്ചിരിക്കുന്നു. ഫോൺ വിളിച്ച് വീഡിയോ കോൾ ചെയ്യാൻ ഇവളാരാ എൻ്റെ മക്കളെ ഫോൺ വിളിക്കാനായിട്ട്? അവരെല്ലാം പറഞ്ഞത് കേട്ടില്ലേ, എന്തോ ഒരു പ്രകാശം പോയതുപോലെ മിസ് ചെയ്യുന്ന പോലും. നാശം, അവളെ എവിടെയെങ്കിലും അവിടെ ഇട്ട് കൊന്നാൽ മതിയായിരുന്നു. ആ പോയ ആള് അവളെ കൊന്നാൽ മതിയായിരുന്നു എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ആകെപ്പാടെ വൈജയ്ക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. ഒരു പട്ടാളക്കാരനാണെന്നാണല്ലോ പറഞ്ഞത്, അതുകൊണ്ട് തന്നെ അതാരായിരിക്കും എന്നിങ്ങനെ അവൾ ഓർക്കാണ് കേട്ടോ. അവിടെ ജോലിക്ക് പോയി നിൽക്കുകയാണെന്ന് പറഞ്ഞിട്ട് അയാളും അവളെ അച്ഛനെ പോലെ കരുതുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ട് അവൾക്ക് ആകെപ്പാടെ ഒരു സംശയമാവുന്നുണ്ട്. അങ്ങനെ രാത്രിയിൽ തന്നെ വൈജിയാണെങ്കിൽ നമ്മുടെ കമലയെ വിളിക്കാൻ കേട്ടോ. കമലയോട് ചോദിക്കുന്നുണ്ട്, അല്ല ശിവേട്ടനൊക്കെ എവിടെ? ശിവേട്ടൻ ഇവിടെ ഉണ്ട് വൈജേ, എന്തായി രാത്രിയിൽ? ഹേയ് ഒന്നുമില്ല ഏട്ടത്തി, അവളിപ്പോൾ പോയിട്ട് 2-3 ആഴ്ച ആയില്ലേ, നിനക്ക് സമാധാനം ആയില്ലേ? ഓ സമാധാനം, അവൾ പോയതിൻ്റെ സമാധാനമുണ്ട്, പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ എല്ലാവരും മനസ്സിലാക്കിയിട്ടല്ലേ അവൾ പോയത്. അവർക്കെല്ലാവരും ഇപ്പം ആലിന ചേച്ചി മതി, എന്നെ കാണണ്ട ആർക്കും. എന്നോട് ഒരു സ്നേഹമില്ല. മുമ്പ് അവളെ വീഡിയോ കോൾ വിളിച്ചിരിക്കുന്നു എല്ലാവരും എന്തൊരൊലിപ്പീല. ചേച്ചീനെ മിസ് ചെയ്യുന്നു, ചേച്ചി വീടിൻ്റെ പ്രകാശമാണെന്നോ എന്താണ്ടൊക്കെയോ പറഞ്ഞു കേൾക്കാം. അവൾ ഒരു നാണമില്ലാതെ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അത് കേട്ട് ചൊറിഞ്ഞു വരുമായിരുന്നു എനിക്ക്. അതുകൊണ്ട് ആഹാരം പോലും മതിയാക്കി ഞാൻ എഴുന്നേറ്റ് വന്നതാ എന്ന് പറയുന്നുണ്ട് കേട്ടോ. നീ നാശം പിടിച്ചവള് പോയാൽ സമാധാനം തരില്ലേ? അല്ല മനു ഇപ്പം എങ്ങനെയുണ്ട്? അവളെ കാണാൻ കൊല്ലം പോകുന്നുണ്ടോ? ഏയ് അങ്ങോട്ടേക്കൊന്നും പോകാൻ പറ്റില്ല. അതേതോ ഒരു പട്ടാളക്കാരൻ്റെ വീടാണ് പോലും. അവിടേക്ക് അങ്ങനെ ഉള്ളവർക്കൊന്നും പ്രവേശനമൊന്നും ഇല്ല. അതുകൊണ്ട് അവൻ പോകാനിങ്ങനെ മുട്ടി നിൽക്കുക. 2-3 ആഴ്ചയായിട്ട് അലീനെ കണ്ടില്ല എന്നൊക്കെ പറയുന്ന കേട്ടു. പിന്നെ ഫോൺ വിളിക്കുന്നുണ്ട് എന്ന് പറയാണ്. അല്ല ആ പട്ടാളക്കാരൻ ആരാണെന്ന് കമലേച്ചിക്ക് അറിയോ? ആരുടെ വീട്ടിലായിരിക്കുള്ളൂ പോയത്? അതൊന്നും എനിക്കറിയില്ല. പക്ഷേ ഗംഗേട്ടൻ്റെ ഏതോ ഒരു പഴയ പരിചയക്കാരാണെന്ന് പറയുന്നത് കേട്ടു. ഗംഗേട്ടൻ ആകിലുണ്ടെന്ന സമയത്ത് അവിടെ കണ്ടുള്ള ഒരു പട്ടാളക്കാരനാണെന്നാണ് പറഞ്ഞത്. പേരൊന്നും എനിക്ക് ഓർമ്മയില്ല എന്ന് പറയുന്നു കേട്ടോ. അതോടെ കേൾക്കുമ്പോൾ വൈജിയുടെ ചങ്ങിനകത്ത് ഒരു ഇടുത്തി വീണതുപോലെ തോന്നുകയാണ് കേട്ടോ. വൈജി ആകെപ്പാടെ ഒന്ന് പേടിക്കുന്നുണ്ട്. എന്താ വൈജി ചോദിച്ചത്? അല്ല ഇനി ഏത് വീട് അവൾ മുടിപ്പിക്കാൻ പോയെന്ന് അറിയണമല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ എന്ന് പറയുമ്പോൾ അവൾ നിൽക്കുന്നതിനെ മുടിപ്പിച്ചിട്ടേ അവൾ അടങ്ങുള്ളൂ എന്ന് കമലയും പറയുന്നുണ്ട് കേട്ടോ. പിറ്റേ ദിവസം രാവിലെ ബബിതയും രോഹിത്തും കൂടി കോളേജിലേക്ക് പോകാൻ ഒരുങ്ങാണ്. കൃഷ്ണമ്മളാണെങ്കിലോ സ്കൂളിലേക്കും പോകാൻ റെഡിയാവുന്നുണ്ട്. ഈ സമയത്ത് ആ ജോലിക്കാർ വന്ന് 3 പേർക്കുള്ള ഫുഡൊക്കെ കൊണ്ട് ടേബിളിൽ വെക്കുകയാണ്. ഈ സമയത്ത് വൈജി അവിടെ വന്നിട്ട് ചായ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്ക് ചായയും കൊണ്ട് ആ സെർവൻറ്റ് വരുമ്പോഴേക്കും ആ സെർവൻ്റെ കയ്യിൽ നിന്നും ആ ചായ തട്ടി താഴെ വീഴുന്നുണ്ട്. പെട്ടെന്ന് പൊടുന്നതിനെ ചാടി ഇരുന്നാൽ കണ്ടോ വൈജ. എന്നിട്ടുള്ള അടിക്കാനുള്ള ഇങ്ങനെ കൈ ഇങ്ങനെ ഓങ്ങുമ്പോഴേക്കും ആ കൈ കയറി പിടിക്കാൻ കേട്ടോ ആ സെർവൻറ്റ്. എന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്താ കാണിക്കാൻ പോണേ എന്ന് ചോദിക്കുമ്പോൾ, പിന്നെ നീ എന്നെ ചായ തട്ടി കളഞ്ഞില്ലേ, എൻ്റെ കഴിഞ്ഞു വിടടി എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ ആരാണ് നിങ്ങളുടെ വിചാരം? ഈ കോളേജ് തമ്പുരാട്ടിയൊന്നും അല്ലല്ലോ. അതെ ഞാൻ സെർവൻ്റാ. എന്ന് വെച്ചാൽ നിങ്ങളുടെ അടിമപ്പണി ചെയ്യാൻ വന്നവളല്ല. ഞാൻ ഈ വീട്ടിലെ ജോലികൾ ചെയ്യാൻ വന്നൊരു മെയ്ഡാ. എനിക്ക് അസോസിയേഷനും കാര്യങ്ങളെല്ലാം ഉണ്ട്. അങ്ങനെ പണ്ടത്തെ പോലെ തല്ലാനും ചവിട്ടാനും ഒക്കെ വന്നാലേ നിങ്ങൾ വിവരം അറിയും എന്നും പറഞ്ഞുകൊണ്ട് ആ കൈ പിടിച്ച് തിരിച്ചു കേട്ടോ. വൈജയ്ക്ക് കൈ ശരിക്കും വേദനെടുക്കുന്നുണ്ട്. കൈ ഇങ്ങനെ തിരുമ്മുവാണ് വൈജ. നിങ്ങൾ എന്താ കരുതിയത്? നിങ്ങളെപ്പോലെ അഹങ്കാരം പിടിച്ച സ്ത്രീയെ ഞാൻ ഈ ഭൂമി ലോകത്ത് കണ്ടിട്ടില്ല.
വന്ന് 2-3 ആഴ്ചയുള്ളെങ്കിലും നിങ്ങളുടെ സ്വഭാവവും എനിക്ക് മനസ്സിലായി. നിങ്ങളെപ്പോലെ എടുത്ത് ചുമക്കുന്ന ആ സാറിനെയും ഈ മക്കളെയും പറഞ്ഞാൽ മതിയല്ലോ. ഹോ, എന്തൊരു അഹങ്കാരിയെ നിങ്ങൾ എന്ന് പറയുന്നുണ്ട്. എടി, ഇന്ന് തന്നെ നിന്നെ പിരിച്ചുവിടി എന്ന് പറയുമ്പം അയ്യോ സമാധാനമുണ്ട്. അങ്ങനെ ചെയ്താൽ മതി പെട്ടെന്ന്. ഞാനേ അവിടെ പോയി എന്തായാലും കംപ്ലൈൻറ്റ് ചെയ്യും. എന്നെ ഉപദ്രവിക്കാൻ വന്നെന്നും എന്നെ ഇതുപോലെ ഇട്ട് ടോർച്ചർ എന്നൊക്കെ പറഞ്ഞ് ഞാൻ എൻ്റെ അസോസിയേഷൻ വിളിച്ച് കംപ്ലൈൻറ്റ് ചെയ്യാൻ പോവാം. അവിടെ നിന്ന് ഇനി ഒരു ജോലിക്കാർ പോലും നിങ്ങൾക്ക് കിട്ടില്ല. ഈ കേരളത്തിലും പുറത്തും അങ്ങോളം ഇങ്ങോളമുള്ള എല്ലായിടത്തും വിളിച്ച് ഞാൻ പറയും. അങ്ങനെ നിങ്ങൾ അതിനോട് കിടന്ന് പണിയേണ്ടി വരും എന്ന് പറയുന്നുണ്ട് കേട്ടോ. മര്യാദയ്ക്കാണെങ്കിലേ മര്യാദ. കാലം കഴിഞ്ഞു പോയെന്നും നിങ്ങൾ അറിഞ്ഞില്ലേ? ഇപ്പോഴേ ജോലിക്കാർക്കൊക്കെ അസോസിയേഷനും കാര്യങ്ങളെല്ലാം ഉണ്ട്. പണ്ടത്തെ പോലെ നിങ്ങളെപ്പോലുള്ള കൊച്ചമ്മമാരുടെ അടിമപ്പണി ചെയ്യാൻ വന്ന് നിൽക്കുന്നവരൊന്നല്ല ഞങ്ങൾ എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് ആ സ്ത്രീ അകത്തേക്ക് പോവാണ്. അപ്പോൾ ബബിത കൃഷ്ണൻ പറയുന്നുണ്ട്, എന്തായാലും 3 ആഴ്ച കൊണ്ട് അമ്മയുടെ സ്വഭാവം കൃത്യമായിട്ട് അവർക്ക് മനസ്സിലായല്ലോ എന്നും പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. ഡി എന്ന് വിളിക്കുമ്പം അമ്മേ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ആ ചേച്ചിക്കും അഭിമാനമൊക്കെ ഉള്ളതാ. അമ്മ അടിക്കാൻ കൈയോങ്ങുന്നത് എന്തർത്ഥത്തിലാ? ഇന്നലെ കൂടി ഞങ്ങളെ പറഞ്ഞല്ലേ ആ ചേച്ചി സെർവൻ്റാന്ന് വെച്ച് അമ്മയുടെ ഇഷ്ടംപോലെ എന്തൊന്നും കാണിക്കാന്നാണോ അമ്മയുടെ വിചാരം എന്ന് ചോദിക്കാൻ കേട്ടോ. അങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ട് അവർ ഫുഡൊക്കെ എടുത്തുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. വൈജിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടേ. വൈജി ആണെങ്കിലോ കയ്യും തിരുമ്മിക്കൊണ്ട് നിൽക്കുകയാണ്. ഇവളെ എങ്ങനെയെങ്കിലും പറഞ്ഞേക്കണമെന്ന് കരുതുന്നുണ്ട്. അതിനുവേണ്ടി എന്തെങ്കിലും ഒരു പ്ലാൻ ചെയ്യണം എന്നൊക്കെ ഓർത്തിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ വൈജി ആണെങ്കിലോ ആ റൂമിലേക്ക് കയറിയിട്ട് ആ ഗംഗേട്ടൻ്റെ കൂടെയുള്ള ആ പട്ടാളക്കാരൻ ആരായിരിക്കും? പണ്ട് ആകെയുള്ള അത്യാവശ്യം പേരെയൊക്കെ എനിക്കറിയാം. അതിലാരായിരിക്കും എന്ന് ഓർക്കുന്നുണ്ട്. നമുക്കാണെങ്കിലോ ആകെപ്പാടെ ഒരു ടെൻഷൻ ഉള്ളതുപോലെ കേട്ടോ. അതിനുശേഷം ശിവേട്ടനെ വിളിച്ചിട്ട് ശിവേട്ടാ എനിക്കൊന്ന് കാണണം, അത്യാവശ്യമാണെന്ന് പറയുന്നുണ്ട്. ഇനി നിനക്കെന്താ അത്യാവശ്യം? അലീനെ നീ പറഞ്ഞയച്ചല്ലോ, ഇനി നിനക്ക് എന്താടി വേണ്ടത് എന്ന് ചോദിക്കുകയാണ്. ഓഹോ, ഇപ്പം അതാണ് പ്രശ്നം. അവളെ പറഞ്ഞയച്ചത് നിങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെട്ടില്ലല്ലേ? ഗംഗേട്ടനെ വിളിച്ചിരുന്നു, ഗംഗേട്ടനും ഇഷ്ടപ്പെട്ടില്ല. രാജീവേട്ടൻ വിളിച്ചിട്ട് എന്നെ ഓരോന്നൊക്കെ പറഞ്ഞു. ഇനി ശിവേട്ടൻ എന്താ പറയാനുള്ളത്? എന്ത് പറയാനാ? നിന്റെ ഈ സ്വഭാവത്തിന് എന്ത് പറഞ്ഞിട്ടും ഒരു കാര്യമില്ല. നീ അഹങ്കാരം തലയ്ക്ക് പിടിച്ച് നടക്കല്ലേ? പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്ന് പറയുമ്പം അതൊന്നും അല്ല, ഒരു അത്യാവശ്യക്കാരൻ ചോദിക്കാൻ വേണ്ടിയാ ഞാൻ വിളിച്ചത്. ശിവേട്ടൻ വീട്ടിലേക്കൊന്ന് വരുമോ എന്ന് ചോദിക്കാൻ കേട്ടോ. അങ്ങനെ ശിവനാണെങ്കിലോ ശരി വരാം, ഇനി അടുത്ത് എന്തെങ്കിലും കൊള്ളിയാണോ ഒപ്പിച്ചേക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ കട്ടാക്കാണ്. അങ്ങനെ ശിവൻ വരുമ്പോൾ തന്നെ ബാലേന്ദ്രനെ കാണുന്നു കേട്ടോ. ബാലേന്ദ്രൻ സിറ്റൗട്ടിലിരിക്കുകയാണ്. ആഹാ, ശിവേട്ടനോ, കയറി വാ എന്ന് പറയുന്നു കേട്ടോ. അങ്ങനെ അവിടെ വന്നിരിക്കുകയാണ്. എന്താ ശിവേട്ടാ ഈ സമയത്ത് ഇങ്ങോട്ട്? അല്ല, വൈജി വിളിച്ചിട്ട് എന്തോ കാര്യം പറയാനുണ്ട്, വരണമെന്ന് പറഞ്ഞു. അവക്ക് എന്നാ പറയാനില്ലാത്തത്? ആ വേലക്കാരിനെ രാവിലെ തല്ലാൻ പോണ കണ്ടു. അവള് കൈക്ക് പിടിച്ച് തിരിച്ചു വിട്ടു. ജോലിക്കാരനെയോ? എന്തിന്? ചായ എങ്ങാണ്ട് തട്ടി മറിഞ്ഞെന്നൊക്കെ പറഞ്ഞോണ്ടാ. ഇവളെന്തോ പഴയ കാലത്തെ രാജകുമാരിയാണെന്ന അവളുടെ വിചാരം. ബാക്കിയുള്ളവരെല്ലാം അടിമകളാണെന്ന അവളുടെ തോന്നല്. ആ സെർവൻ്റെ നന്നായി ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. അവർ പോയി അസോസിയേഷനെ കംപ്ലൈൻറ്റ് ചെയ്താലേ വൈജയ്ക്ക് നല്ല പണി കിട്ടും. അതൊക്കെ ഒന്ന് പെങ്ങളോടൊന്ന് പറഞ്ഞു വെച്ചേക്ക് എന്ന് പറയാണ്. അല്ല, സ്റ്റാൻലിൻ്റെ അടുത്തേക്കാണല്ലോ അലീന പോയിരിക്കുന്നേ. അവക്ക് അവളുടെ അച്ഛനറിയാമല്ലോ. പിന്നെ അതൊക്കെ അവൾക്കറിയാം. അത് അച്ഛനാണെന്നും അച്ഛൻ്റെ മോളെ അറിയാം. രണ്ടുപേരും അവിടെ ഇപ്പോൾ ഭയങ്കര സന്തോഷമായിട്ട് ജീവിക്കാം. അല്ല, അലീന അപ്പോൾ തിരികൊന്നും വരുന്നില്ലേ? ഇവിടെ ഒരു മറുതയുണ്ടല്ലോ, ഒരു രാക്ഷസി. അവളുള്ളിടത്തോളം കാലം എങ്ങനെ വരാനാ? അത് ശരിയാ. വൈജി അറിഞ്ഞാൽ ആകെ വിഷയമാകും. അലീന സ്വന്തം മകളാന്ന് പറഞ്ഞാൽ പിന്നെ ബാലനല്ലേ പറഞ്ഞത് അവളെ സ്വീകരിക്കില്ല, ഡിവോഴ്സ് ചെയ്യുന്നു. അതുകൊണ്ടല്ലേ പറയാൻ പറ്റാത്തത്. ബാലനിപ്പോൾ അലീനെ മിസ് ചെയ്യുന്നില്ലേന്നോ? ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. എൻ്റെ ചങ്ക് പറിച്ചുകൊണ്ട് പോയതുപോലെയാ അലീന പോയത്. അങ്ങനെയെങ്കിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ. വൈജിയോട് സത്യങ്ങളെ തുറന്നു പറഞ്ഞ് നിങ്ങളെല്ലാവരും കൂടി സന്തോഷത്തോടെ കഴിയത്തില്ലേ? ബാലേന്ദ്രൻ്റെ ബാക്കി 3 മക്കളും വൈജിയുടെ 1 മോളും അങ്ങനെ 4 മക്കളും നിങ്ങളും കൂടി സന്തോഷമായിട്ട് ജീവിക്കത്തില്ലേ ബാലേന്ദ്ര എന്ന് ചോദിക്കുകയാണ്. ശിവേട്ടൻ പറഞ്ഞിരുന്നൊക്കെ എനിക്ക് മനസ്സിലായി. ആലിനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ പെങ്ങളുടെ അഹങ്കാരം അതെന്ന് കുറയുന്നോ അന്നല്ലാതെ ഇതിനൊരു മാറ്റം ഉണ്ടാവില്ല. അങ്ങനെ അവൾ സുഖിക്കേണ്ട. ഇത്രയും വർഷം എന്നെ ചതിച്ചാണ് അവള്. അങ്ങനെ അവളിപ്പോൾ സുഖിക്കേണ്ട എന്ന് പറയുന്നുണ്ട് കേട്ടോ. അലീന തിരികെ ഞാൻ കൊണ്ടുവരും, കുറച്ചൊരു കഴിയട്ടെ. ഞാൻ അതിനുവേണ്ടി കുറേ പ്ലാനിങ് ഒക്കെ ചെയ്യുന്നുണ്ട്. അന്ന് എൻ്റെ മോളെ ഞാൻ കൊണ്ടുവരും എന്ന് പറയുന്നുണ്ട്. അവളില്ലാത്തത് എനിക്ക് വല്ലാത്തൊരു വിഷമം തന്നെയാണ്. പക്ഷെ ഇപ്പോൾ അവൾ ഒത്തിരി ഹാപ്പിയാ.
അവളെ ജനിപ്പിച്ച അവളുടെ അച്ഛൻ്റെ കൂടെ സന്തോഷമായിട്ടുള്ള കഴിയുകയാണല്ലോ. അത് ഓർക്കുമ്പം എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എന്ന് പറയാൻ കേട്ടോ. വൈജി ഇപ്പോൾ സർവാധികാരം കിട്ടിയതുപോലെ ഇവിടെ ഭയങ്കര ഭരണം നടത്തിക്കൊണ്ടിരിക്കുക. പല സമയത്തും എൻ്റെ നാക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട്. പിന്നെ ഞാനതൊക്കെ കൺട്രോൾ ചെയ്ത് പിടിച്ചിരിക്കുക എന്ന് ബാലേന്ദ്രൻ പറയാണ്. അപ്പോൾ ശിവൻ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞല്ലോ ബാല, അവളോട് സത്യം പറയുകയാണെങ്കിൽ ഈ പ്രശ്നമൊന്നും ഇല്ലല്ലോ. എല്ലാവരും കൂടി സന്തോഷമായിട്ട് കഴിഞ്ഞു പോയിക്കൂടെ? വേണ്ട, അങ്ങനൊരു സന്തോഷം എനിക്ക് വേണ്ട. ഞാൻ പറഞ്ഞല്ലോ, അവളെ അങ്ങനെ സുഖിക്കണ്ട. അവളുടെ മകൾ ആരാണെന്ന് അവൾ അറിയേ വേണ്ട. അവളെ പിഴച്ച കഥകളൊക്കെ എൻ്റെ മക്കളെ കൂടി അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇങ്ങനെ അങ്ങ് പോട്ടെ. സത്യം എന്നറിയുന്നോ, ഞാൻ അന്ന് അവളെ ഡിവോഴ്സ് ചെയ്യും, അത് ഉറപ്പാ. എനിക്ക് ആത്മാഭിമാനമാണ് വലുത്. അവളതെല്ലാം അറിഞ്ഞതിന് ശേഷവും അവളുടെ കൂടെ ജീവിക്കാനൊന്നും എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറയുന്നുണ്ട്. ശരി, നിന്റെ തീരുമാനം പോലെ നടക്കട്ടെ. ആലിനെ ഇല്ലാത്തപ്പോൾ ഈ വീട്ടിലേക്ക് കയറിയിരുന്ന എനിക്ക് തന്നെ ഒരുപാട് വിഷമമുണ്ട്. അപ്പം നിനക്ക് നല്ല വിഷമം കാണുമല്ലോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു പോയതാ എന്നും പറഞ്ഞുകൊണ്ട് ശിവനകത്തേക്ക് കയറി പോകുന്നുണ്ട് കേട്ടോ. ബാലനാണെങ്കിലോ അലീനയുടെ അകത്തുള്ള ആ ഒരു മൊമെന്റ്സൊക്കെ ഓർത്ത് അവിടെ നിന്ന് വിഷമിക്കുന്നുണ്ട്. അകത്തോട്ട് കയറുമ്പോഴേക്കും വൈജി എന്നെ വിളിച്ചുകൊണ്ട് ഡോറിന് പോയി മുട്ടാണ്. വൈജി ഡോറും തുറക്കുന്നുണ്ട്. നീ ഇപ്പോഴീ ഈ മുറിക്കകത്ത് അടയിരിക്കുകയാണോ വൈജി എന്ന് ചോദിക്കുമ്പം, ഇല്ല, അടുത്ത ആഴ്ച ഞാൻ ഓഫീസിലേക്ക് പോയി തുടങ്ങും. അതുവരേക്കും കുറച്ച് ഫിസിയോതെറാപ്പിയൊക്കെ ഉണ്ട്, റെസ്റ്റ് എടുക്കുകയും വേണം, അതുകൊണ്ടാ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അകത്തേക്ക് കയറി ഡോറ് കുറ്റിയിടാണ്. അല്ല, നീ എന്താ സീരിയസ് കാര്യം ചോദിക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞല്ലോ, എന്താ കാര്യം എന്ന് ചോദിക്കാണ്. അല്ല ശിവേട്ടാ, ഈ അലീന ഇപ്പോൾ എങ്ങോട്ടേക്കാണ് പോയിരിക്കുന്നേ? എങ്ങോട്ടാണെങ്കിൽ നിനക്കെന്താ കുഴപ്പം? നിനക്ക് അവളോടൊന്ന് പോയാൽ മതിയായിരുന്നല്ലോ. അത് പോയി കിട്ടിയില്ലേ, പിന്നെ നിനക്കെന്താ പ്രശ്നം? അതല്ല, എനിക്കൊരു ഡൗട്ട് പോലെ. അലീന ഏതോ ഒരു പട്ടാളക്കാരൻ്റെ വീട്ടിലാണെന്നാണ് പറഞ്ഞത്. അതുപോലെ കമലയിടത്തെ വിളിച്ചപ്പോൾ ഗംഗേട്ടൻ്റെ പഴയൊരു പരിചയക്കാരനാണെന്നും പറഞ്ഞു. അത് കേട്ടപ്പം എൻ്റെ മനസ്സിനുള്ളിൽ എന്തോ ഒരു സംശയം പോലെ. എന്ത് സംശയം എന്ന് ചോദിക്കാണ്. അല്ല, ഞാനും അവൾ അവിടുത്തെ ആളെ സ്വന്തം അച്ഛനെ പോലെ കാണുന്നേ, അച്ഛനെ വിളിക്കുന്നൊക്കെ അവൾ പറയുന്നേ എന്ന് പറയുന്നുണ്ട്. അതിനിപ്പോൾ നിനക്കെന്താ? അലീന ബാലേന്ദ്രൻ്റെ മകളല്ലേ? അലീനയുടെ കാര്യമല്ല, അയാൾ ആരെന്ന് എനിക്ക് അറിയണം എന്ന് പറയുന്നുണ്ട്. അതറിഞ്ഞിട്ടിപ്പോൾ നിനക്കെന്തെടുക്കാനാ? ശിവേട്ടാ, എൻ്റെ മാനസികാവസ്ഥ ഒന്ന് മനസ്സിലാക്ക്. ഞാൻ ചോദിക്കുന്നത് വേറെ ആരുമില്ല. ഗംഗേട്ടൻ്റെ ഫ്രണ്ടെന്ന് പറയുമ്പം അത് സ്റ്റാൻലി ആണോ എന്ന് ചോദിക്കുമ്പോഴേക്കും ശിവൻ തിരിഞ്ഞു നോക്കാണ്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം നിനക്ക് ഓർമ്മയുണ്ടല്ലേ? എന്താ ശിവേട്ട ഇങ്ങനെ പറയുന്നേ? അല്ല, ഇവിടെ നീ കാണിച്ചു കൊടുക്കുന്ന പ്രകടനങ്ങളൊക്കെ കാണുമ്പോഴേ അതൊന്നും നിനക്ക് ഓർമ്മയുള്ളതായിട്ടേ തോന്നുന്നില്ല. നീ ബാലേന്ദ്രൻ്റെ മുമ്പിൽ പതിവ്രത ചമന്ന് നടക്കുകയാണല്ലോ. നിന്റെ പഴയകാല കഥകളെല്ലാം അയാൾ അറിഞ്ഞുള്ള അവസ്ഥ എന്താണെന്ന് നിനക്കറിയാമല്ലോ. എന്നിട്ടല്ലേ നീ ഈ പേക്കൂത്തെല്ലാം കാണിച്ചു കൂട്ടുന്നത്? ശിവേട്ടാ, അതല്ല ഞാൻ ചോദിക്കുന്നേ, അത് സ്റ്റാൻലി ആണോ എന്നാണ് ചോദിക്കുന്നേ. എൻ്റെ മനസ്സിന് ഒരു സമാധാനം കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ശിവൻ പറയുന്നുണ്ട്, അതറിഞ്ഞിട്ടിപ്പോൾ നീ എന്തുണ്ടാക്കാനടി? നീ ആദ്യം നിന്റെ മക്കളെ ഭർത്താവിനെ മര്യാദയ്ക്ക് സ്നേഹിക്കാൻ നോക്ക്. ഒരമ്മ എന്താന്ന് വെച്ചാൽ അത് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ നോക്ക്. നിനക്ക് എന്നും തല്ലും വഴക്കും അടിയും ഈഗോയും അഹങ്കാരവും മാത്രമല്ലേ ഉള്ളൂ. അതെല്ലാം മാറ്റി വെച്ചേ സ്വന്തം ഭർത്താവിനെ മക്കളെയൊക്കെ ഒന്ന് സ്നേഹിക്ക് എന്ന് പറയുമ്പം എൻ്റെ പൊന്നു ശിവേട്ടാ, അതൊക്കെ ഞാൻ ചെയ്തോളാം. പക്ഷേ ഇതിന് ഉത്തരം എന്താ? അത് സ്റ്റാൻലി ആണോ? എൻ്റെ മനസ്സിന് ഒരു സമാധാനം ഇല്ല എന്ന് പറയുമ്പം ശിവൻ കുറച്ചു നേരം ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. എന്താ ശിവേട്ടാ, എന്താ ഒന്നും പറയാതെ? അല്ല, നീ ചോദിച്ചല്ലോ അത് സ്റ്റാൻലി ആണോന്ന്. ശരിയാ, അത് സ്റ്റാൻലിയാ. സ്റ്റാൻലിയോ? അതെങ്ങനെ ശിവേട്ടാ? ബാലേന്ദ്രനല്ലേ അലിനെ അങ്ങോട്ടേക്ക് ആക്കിയെന്ന് പറഞ്ഞത്? അപ്പോൾ പിന്നെ സ്റ്റാൻലിനെ ബാലേന്ദ്രന് എങ്ങനെ അറിയാം? അതൊന്നും എനിക്കറിയില്ല. പക്ഷേങ്കിൽ ഇങ്ങനെ ഒരു ജോബ് വേക്കൻസി വന്നതാ. അതും നമ്മൾ പറഞ്ഞൊന്നും അല്ല, ഗംഗേട്ടനോ അങ്ങനേതോ വഴി നോക്കിയാണ് ഈ ഒരു ഓഫർ വന്നത്. അങ്ങനെയാ അവൾ അങ്ങോട്ടേക്ക് പോയത് എന്ന് പറയുന്നുണ്ട്. അത് വേണ്ടായിരുന്നു. അവൾ വേറെ എങ്ങോട്ടെങ്കിലും പോയാൽ മതിയായിരുന്നു. ഇനി അവിടെ നിന്നുകൊണ്ട് അവൾ പഴയ കഥകളൊക്കെ ചെകഞ്ഞെടുത്താലോ? എൻ്റെയും അയാളുടെയും കഥകളെങ്ങാനും അവൾ അറിഞ്ഞാൽ അവൾ ഉറപ്പായിട്ടും ബാലോട് പറയും. അവൾ അങ്ങനൊന്നും പറയില്ല. നിങ്ങൾക്ക് തോന്നുന്നതാ, അലീന നിങ്ങൾക്കൊക്കെ ഭയങ്കര വിശ്വാസമാണല്ലോ. പക്ഷെ എനിക്ക് ആ വിശ്വാസമില്ല. അവൾ പേരും കള്ളിയാ. അവൾ ഉറപ്പായും പറയും. ആ സ്റ്റാൻലിയുടെ വായിന് എങ്ങനെയെങ്കിലും അവളതൊക്കെ ചോർത്തിയെടുക്കായിരിക്കും. ആഗ്രയിലായിരുന്നു പണ്ടെന്നൊക്കെ പറയുമ്പോൾ തന്നെ അവൾ ഓർന്ന് കിള്ളിക്കഴിഞ്ഞെടുക്കില്ലേ എന്ന് ചോദിക്കാണ്. നീ നിന്റെ കാര്യം നോക്കി നിൽക്ക് വൈജേ, നീ നിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. അല്ലാതെ അയാളുടെ കാര്യത്തെപ്പറ്റി നീ ചിക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. എങ്കിലും അവളെ അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് മാറ്റണം. വൈജേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം.
ഇവിടുന്ന് മാറ്റണം എന്നുള്ള നിന്റെ ആവശ്യം അത് ന്യായമായിരുന്നു. പക്ഷെ അവിടുന്ന് മാറ്റണം നീ പറഞ്ഞതിൽ ഒരു ന്യായമില്ല. അവളിപ്പോൾ അവിടുത്തെ ജോലിക്കാരിയായിട്ട് പ്രവേശിച്ചു കഴിഞ്ഞു. ഇനി നീ നിന്റെ കാര്യം നോക്കി ജീവിച്ചാൽ മതി. സ്റ്റാൻലി എടുത്ത അലീനാണെങ്കിൽ നിനക്കെന്ത് പോയി? നീ നിന്റെ മക്കളെ നോക്കി ഭർത്താവിനെ നോക്കി മര്യാദയ്ക്ക് ജീവിക്കാൻ നോക്ക്. ഇനി അതല്ല അതിൻ്റെ പുറകെ തേടി പോവാണെങ്കിലേ നഷ്ടം നിനക്ക് മാത്രമായിരിക്കും എന്ന് പറയുന്നത് കേട്ടോ. അല്ല, ഈ അലീന അതെങ്ങനെ അവിടെ പോയി ചെന്ന് പെട്ടു? എനിക്ക് മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറയുമ്പം നീ ഇത്രയൊക്കെ മനസ്സിലാക്കിയാൽ മതി, കൂടുതലൊന്നും നീ മനസ്സിലാക്കണ്ട, മനസ്സിലാക്കിയെടുത്തോളം മതി എന്നും പറഞ്ഞുകൊണ്ട് ശിവൻ അവിടെ നിന്ന് ഇറങ്ങുന്നു കേട്ടോ. ശിവൻ പോകുന്ന കാണുമ്പോഴേക്കും വൈജയ്ക്ക് വീണ്ടും ഭയങ്കര ചങ്കിടിപ്പ് കൂടുകയാണ്. എങ്കിലും താൻ ഉദ്ദേശിച്ച പോലെ തന്നെ സ്റ്റാൻലി ജോസഫിനടുത്താണ് ആലീന എത്തിയിരിക്കുന്നത്, തൻ്റെ മുൻ കാമുകൻ്റെ അടുത്ത്. അപ്പോൾ എങ്ങനെയുള്ളടത്തി ബാലേന്ദ്രന് എങ്ങനെ മനസ്സിലായി? അതിന് സ്റ്റാൻലി ആണെന്ന് അയാൾക്ക് മനസ്സിലായി കാണുമോ? അങ്ങനെ എൻ്റെ ബന്ധമൊന്നും അയാൾക്ക് അറിയില്ലല്ലോ. എങ്കിലും ഈ അലീന, അവളെ സൂക്ഷിക്കണം. അവൾ ചിക്കിച്ചെറിഞ്ഞ് എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിച്ചാൽ ആകെപ്പാടെ വിഷയമാകും എന്നെല്ലാം ഓർത്തുകൊണ്ട് വൈജ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് കേട്ടോ. ശിവൻ പുറത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ബാലനോട് പറയുന്നുണ്ട്, എൻ്റെ ഊഹം ശരിയായിരുന്നു. അല്ല എന്താ ശിവേട്ടാ, എന്താ അവൾ പറഞ്ഞേ? അല്ല, അലീന ആരെടുത്താ പോയി നിന്നെന്നാ അവൾ ചോദിച്ചത്. എന്നിട്ട് ശിവേട്ടൻ പറഞ്ഞോ? ഞാൻ പറഞ്ഞു, ഇന്നലെ ഫോൺ വിളിച്ചപ്പോൾ അങ്ങാണ്ട് സ്വന്തം അച്ഛനെ പോലെയാണെന്നോ ഏതോ പട്ടാളക്കാരനാണെന്നൊക്കെ പറഞ്ഞെന്നാ വൈജ പറയുന്നേ. അതുപോലെ തന്നെ കമലയെ വിളിച്ചപ്പോൾ ഗംഗേട്ടൻ്റെ ഏതൊരു ഫ്രണ്ടാണെന്നും കൂടി പറഞ്ഞപ്പോൾ അവൾക്ക് ഭയങ്കര പേടി, അത് സ്റ്റാൻലി ആണോന്ന്. എന്നിട്ട് ശിവേട്ടൻ എന്ത് പറഞ്ഞു? ഞാൻ പറഞ്ഞു അത് സ്റ്റാൻലി ജോസഫ് ആണെന്ന്. അത് കേട്ടപ്പോൾ തൊട്ട് അവളുടെ സമാധാനം പോയി. അങ്ങനെ പോട്ടെ, പയ്യെ അവളുടെ സമാധാനം പോട്ടെ. സമാധാനം പോയി അവൾ നീറണം. അവളിവിടെ കിടന്ന് ഉരുകുന്നത് എനിക്ക് കാണണം എന്നൊക്കെ പറയുന്നതിന് കേട്ടോ. ശിവൻ പറയാണ്, ഈ ഒളിച്ചുകളി ഇനി വേണോ? അവളെ അവിടെ കൊണ്ടുപോകണ്ടായിരുന്നു. അവളുടെ അച്ഛനാണെന്ന് അവൾ അറിഞ്ഞല്ലോ. പരസ്പരം രണ്ടുപേരും മനസ്സിലാക്കിയല്ലോ. ഇനി അധികം താമസമൊന്നുമില്ല വൈജ അറിയാൻ. വൈജ എങ്ങാണ് അറിഞ്ഞാൽ പിന്നെ എനിക്ക് ആലോചിക്കാൻ കൂടി വയ്യ. നിങ്ങളുടെ കുടുംബം തകർന്നു പോവരുത്, അത് അലീനയ്ക്ക് സഹിക്കാനാവില്ല എന്ന് ശിവൻ പറയുന്നു കേട്ടോ. അതൊക്കെ ഞാൻ നോക്കിക്കോളാം ശിവേട്ടാ, ഇത്രയൊക്കെ ആയില്ലേ, ഇനി എന്താ വരാൻ പോണെന്നൊക്കെ ഞാൻ ആലോചിച്ച് തീരുമാനിക്കുന്നുണ്ട് എന്ന് ബാലേന്ദ്രൻ പറയാൻ കേട്ടോ. വൈജ മുറിയിലിരുന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എങ്കിലും എങ്ങനെയായിരിക്കും ബാലേന്ദ്രൻ അയാളുടെ അടുത്ത് എത്തിപ്പെട്ടത്? ഗംഗേട്ടൻ പറഞ്ഞതായിരിക്കില്ല ഒരിക്കലും. പക്ഷെ എങ്ങനെ സ്റ്റാൻലി അടുത്ത് തന്നെ അലിനെ കൊണ്ട് എത്തിച്ചു എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ വൈജയ്ക്ക് ചെറിയൊരു കാര്യം ഓർമ്മ വരുന്നുണ്ട് കേട്ടോ. പണ്ടത്തെ കാര്യങ്ങളെല്ലാം ഇവിടെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓർക്കാണ്. അതായത് സ്റ്റാൻലി ജോസഫിൻ്റെ അമ്മയുടെ അതേ മുഖച്ഛായാണ് കേട്ടോ അലീനയ്ക്ക്. നമ്മുടെ വൈജ ഓർക്കാണ്, അലീനെ കണ്ട നാൾ മുതലേ എവിടെയൊരു കണ്ടൊരു ഷേപ്പ് വൈജിക്ക് തോന്നുന്നുണ്ടായിരുന്നല്ലോ. ആ ഒരു അമ്മയുടെ ഛായ അവൾക്ക് തോന്നുകയാണ്. അപ്പോൾ അവൾക്ക് മനസ്സിനകത്ത് ചെറിയ സംശയങ്ങളൊക്കെ തോന്നി തുടങ്ങി കേട്ടോ. അലീന ശരിക്കും ആരായിരിക്കും? അവളെക്കുറിച്ച് ശരിക്കും അന്വേഷിക്കണം. കാരണം ബാലേന്ദ്രന് അങ്ങനൊരു മകളില്ല, അതുറപ്പാ. അത് മാത്രമല്ല, സ്നേഹനികേതത്തിൽ പോയിട്ട് ആ കുട്ടിയെ കൊണ്ടുവന്നത് തൻ്റെ അച്ഛനാ. അതുപോലെ തന്നെ മനുവും. അതേപോലെ ആ മമ്മി ആദ്യം വന്നത് എൻ്റെ അച്ഛനെ കാണാനാ. അച്ഛൻ മരണക്കിടക്കിൽ കിടക്കുമ്പോൾ ആ സ്ത്രീക്ക് സുഖമില്ലായിരുന്നു. അന്ന് വന്നിട്ട് കണ്ട് അവരെന്തോ സംസാരിച്ചിട്ട് പോയതാ. അതിലും എന്തൊക്കെയോ കള്ളത്തരങ്ങളുണ്ട്. ശരിക്കും അലീനയുടെ ബാക്ക്ഗ്രൗണ്ട് എന്താ, അവൾ ആരാണ്, എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ചികഞ്ഞ് കണ്ടുപിടിക്കണം എന്ന് വൈദ്യ തീരുമാനിക്കാൻ കേട്ടോ. ശിവൻ വന്ന് പോയതിൽ പിന്നെ ചെറിയ സംശയങ്ങളൊക്കെ വൈദ്യയുടെ മനസ്സിൽ ഉടലെടുക്കുകയാണ്. എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് കണ്ടെത്തണം. അവൾ ആരാണ്, അവൾ എന്താണ്, അവളിപ്പോൾ പോയിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നെല്ലാം കണ്ടെത്തണം എന്നൊക്കെ ഇങ്ങനെ മനസ്സിലോർക്കാണ്. എന്തായാലും ബാലേന്ദ്രന് സത്യങ്ങളൊന്നും അറിയില്ല, തൻ്റെ പഴയകാല ചരിത്രങ്ങളും അറിയില്ല. അതുകൊണ്ട് താൻ തൽക്കാലം രക്ഷപ്പെട്ടിരിക്കുക. സ്റ്റാൻലി ഇത്ര അടുത്തെത്തി. ഇനി എന്നെങ്ങാണ് സ്റ്റാൻലിയാണ് തൻ്റെ പഴയ കാമുകനെന്നും അതിലൊരു കുട്ടിയുണ്ടായ കാര്യങ്ങളെല്ലാം ബാലേന്ദ്രൻ അറിഞ്ഞാൽ എല്ലാം അതിന് അവസാനിച്ചു. തൻ്റെ മക്കൾ അറിഞ്ഞാൽ അതിനെക്കുറിച്ച് എന്ത് വിചാരിക്കും? അങ്ങനെ 100,000 ചോദ്യങ്ങൾ വൈദ്യൻ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കാൻ കേട്ടോ. ഇതേ സമയത്ത് അലീനെ കാണിക്കാണ്. അലീനാണെങ്കിലോ അവിടെ അത്യാവശ്യം ഹാപ്പി ആയിട്ട് തന്നെ നടക്കാണ്. പക്ഷേ ബാലനെ പോലെ അത്ര സോഫ്റ്റും അത്ര സ്നേഹം പ്രകടിപ്പിക്കുന്ന ആളൊന്നുമല്ല ആ പറഞ്ഞ സ്റ്റാൻലി വളരെ കർക്കശക്കാരനാണ് കേട്ടോ. പഴയതിനെക്കുറിച്ചൊന്നും ഒരു ചിന്തയില്ല. തൻ്റെ മോളാണ് കൂടെയുള്ളതെന്നൊക്കെ അയാൾക്ക് അറിയാമെങ്കിലും അയാൾ അതിനോടുള്ള വലിയ താല്പര്യമൊന്നും കാണിക്കുന്നില്ല കേട്ടോ. സാധാരണ ആളുടെ ബിഹേവ് ചെയ്യുന്ന പോലെയാണ് അയാൾ ബിഹേവ് ചെയ്യുന്നത്. അലീന ഒരുപാട് അടുക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ചുറ്റും നായകളുമായിട്ടുള്ള ഒരു ജീവിതമാണ് കേട്ടോ സ്റ്റാൻലിയുടേത്. സ്റ്റാൻലിക്ക് ഭാര്യയും 3 മക്കളൊക്കെ ഉണ്ട്. അവരെല്ലാം വേറെ സ്ഥലത്താണ്.
തോട്ടത്തിനടുത്തുള്ള ഒരു ഗസ്റ്റ് ഹൗസിൽ, ഒരു ഔട്ട് ഹൗസിൽ അവിടെ തന്നെയാണ് കേട്ടോ നമ്മുടെ സ്റ്റാൻലി ഇപ്പോൾ താമസിക്കുന്നത്. വല്ലപ്പോഴുമൊക്കെ വീട്ടിൽ പോയി വരാറേ ഉള്ളൂ. അവിടെയാണിപ്പോൾ അലീന ഉള്ളത്. അങ്ങനെ നായ്ക്കളുടെ കൂടെ മൊത്തത്തിൽ ഒരു പട്ടാളച്ചിലൂടെയുള്ള ജീവിതമാണ് സ്റ്റാൻലിയുടേത്. ആ ഒരു സമയത്തേക്കാണ് അലീന അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റാലിനിക്ക് മനസ്സിന് ഇപ്പോൾ വല്ലാത്തൊരു സന്തോഷമൊക്കെ ഉണ്ട്. ഒറ്റപ്പെടലിൽ നിന്നും ഒരു മോചനമൊക്കെ ഉണ്ട്. എങ്കിലും അയാൾക്ക് അങ്ങോട്ട് ഒന്നും അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. അലീന പതിയെ പതിയെ സ്റ്റാലിൻ്റെ ജീവിതത്തിലേക്ക് ഇഴഞ്ഞു കയറാനൊക്കെ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ വൈജയെക്കുറിച്ചും വൈജ ബാലൻ്റെ ഭാര്യയാണെന്നും അതുപോലെ മക്കളുണ്ടെന്നും അതുപോലെ അലീന ഇത്രയും കാലം അവളുടെ അരികിലായിരുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ സ്റ്റാൻലിക്ക് അറിയാലോ. സ്റ്റാൻലി അങ്ങനെ പതിയെ പതിയെ വൈദ്യരുടെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്. തൻ്റെ അമ്മ തന്നെ ഇത്രയും കാലം ഉപദ്രവിക്കുകയായിരുന്നെന്നും ഇതുവരെയുള്ള എല്ലാ സംഭവങ്ങളും അലീന പറഞ്ഞു കേട്ടോ. തന്നെ വെറുപ്പോടുകൂടിയെ കാണുന്നേ, അച്ഛൻ്റെ കാര്യങ്ങളെല്ലാം അറിയാം, അമ്മയ്ക്ക് ഇതുവരെ അറിയില്ല. അതുപോലെ അമ്മ എന്നെ ഇപ്പോൾ വെറുപ്പോടുകൂടി കാണുകയാണ്, അമ്മയ്ക്ക് എന്നെ കണ്ടുകൂടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാ കഥകളും അയാളോട് പറയുന്നുണ്ട്. തൻ്റെ മകൾ ഇത്രയും കാലം ഒരു ഓർഫനേജിൽ നിന്ന് വളർന്നു പോകത്തുകൊണ്ട് അയാൾക്ക് വലിയ വിഷമമുണ്ട് കേട്ടോ. അതുപോലെ തന്നെ വൈജ തിരിച്ചറിയാതെ സ്വന്തം മകളോട് കാണിച്ച ക്രൂരതകളൊക്കെ കേട്ടുകൊണ്ട് അയാൾക്ക് വലിയ വിഷമമൊക്കെ ആവുന്നുണ്ട്. അങ്ങനെ അയാൾ മനസ്സ് തുറന്ന് സ്നേഹിക്കുന്ന ഒരു പ്രകൃതമൊന്നും അല്ല കേട്ടോ. ഉള്ളിൽ സ്നേഹം ഉണ്ടെങ്കിലും അത് പുറത്ത് കാണിക്കാത്തൊരു പ്രകൃതമാണ്. അങ്ങനെ അലീനയായിട്ട് സംസാരിക്കുകയും അതുപോലെ അവിടെ ക്യാരംസ് കളിക്കുകയും ഓരോ കാര്യങ്ങളൊക്കെ പറയുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരുള്ള കോംബോ അങ്ങനെ വളർന്ന് വലുതാവുന്നുണ്ട് കേട്ടോ. അത് നല്ലൊരു അടുപ്പത്തിലേക്ക് മാറുന്നുണ്ട്, നല്ലൊരു അച്ഛൻ മകൾ സ്നേഹത്തിലേക്കൊക്കെ മാറുന്നുണ്ട് കേട്ടോ. ഇതിന് ശേഷമുള്ള എപ്പിസോഡ്സൊക്കെ കാണാൻ നല്ല നല്ല ത്രില്ലിംഗ് ആണ് കേട്ടോ. അപ്പോൾ ആ ഒരു സ്റ്റോറീസൊക്കെ നമ്മൾ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. മിസ്സാതിരിക്കാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.